യുകെയിലെ കുടിയേറ്റ നിയമങ്ങളിൽ വലിയൊരു അഴിച്ചുപണിയാണ് ലേബർ ഗവൺമെന്റ് കൊണ്ടുവരുന്നത്. അതിന്റെ ഭാഗമായി തന്നെ യുകെയിലുള്ള അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കാനുള്ള ഫാസ്റ്റ് ട്രാക്ക് പ്രോഗ്രാമുകളും ഗവൺമെന്റ് തുടങ്ങുന്നു. യുകെയിലെങ്ങും കുടിയേറ്റത്തിനെതിരെ പ്രക്ഷോഭങ്ങൾ ശക്തമായ സാഹചര്യത്തിൽ പുതിയ പ്ലാനുകളാണ് ലേബർ ഗവൺമെന്റ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. കൂടുതൽ പുതിയ മാറ്റങ്ങളാണ് വിസ നിയമങ്ങളിൽ കൊണ്ടുവരുന്നത്. ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് യുകെയിലെ കുടിയേറ്റത്തിൽ വലിയ കുറവുണ്ടാകുന്നുവെങ്കിലും കൂടുതൽ കർശന നിയമങ്ങൾ നടപ്പാക്കി മൈഗ്രേഷൻ വീണ്ടും കുറയ്ക്കുക എന്ന തീരുമാനമാണ് ഇപ്പോൾ ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. ലീഗൽ മൈഗ്രേഷനിലും ഇല്ലീഗൽ മൈഗ്രേഷനിലും കുറവുകൾ കൊണ്ടുവരിക, അതിനുള്ള പ്ലാനുകളാണ് തയ്യാറായിരിക്കുന്നത്. 100 സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സിനെ പ്രത്യേകമായി അപ്പോയിന്റ് ചെയ്തുകൊണ്ട് അനധികൃത കുടിയേറ്റക്കാരെ പൂർണ്ണമായും അവരുടെ രാജ്യങ്ങളിലോട്ട് തിരിച്ചയക്കാനുള്ള പ്ലാനുകളും തയ്യാറായി. യുകെയിലുള്ള കമ്പനികൾ വിദേശ റിക്രൂട്ട്മെന്റുകൾ നടത്തുന്നത് കുറയ്ക്കുക, ഏറ്റവും കൂടുതൽ ജോലിക്കാരെ ആവശ്യമുള്ള കമ്പനികളെ കണ്ടെത്തുക. അതിന്റെ ഭാഗമായി നടത്തിയ സർവേകളിലാണ് യുകെയിൽ ഏറ്റവും കൂടുതൽ വിദേശ ജോലിക്കാർ ആവശ്യമുള്ള 4 മേഖലകൾ ഇപ്പോൾ ഗവൺമെന്റ് തിരിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമതായിട്ടുള്ളത് കെയർ സെക്ടർ തന്നെയാണ്. രണ്ടാമതായിട്ടുള്ളത് IT, 3 എഞ്ചിനീയറിംഗ്, നാലാമതായിട്ടുള്ളത് കൺസ്ട്രക്ഷൻ. ഇത്തരം മേഖലകളിൽ ജോലിക്കാരുടെ ഒഴിവുകൾ രൂക്ഷമായ സാഹചര്യത്തിൽ വിദേശ റിക്രൂട്ട്മെന്റുകൾ ഏതൊക്കെ പ്രദേശങ്ങളിലോട്ടാണ് ആവശ്യമുള്ളത് എന്നതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തും. ഇത്രയും നാളും യുകെയിലെത്തിയ അഭ്യർത്ഥികളെ തിരിച്ചയക്കുന്നതിൽ വലിയ പ്രാധാന്യം ഗവൺമെന്റ് നൽകിയിരുന്നില്ലെങ്കിൽ ഇപ്പോൾ ഹോം സെക്രട്ടറി യുവറ്റ് കൂപ്പർ നൽകിയിരിക്കുന്ന ഏറ്റവും പുതിയ പ്രസ്താവന അനുസരിച്ച് യുകെയിലെത്തിയിട്ടുള്ള അനധികൃത മൈഗ്രൻസിനെ പരമാവധി കണ്ടെത്തുകയും അവരെ തിരിച്ചയക്കുകയും ചെയ്യുന്നതിൽ കൂടുതൽ പ്രാധാന്യം നൽകുമെന്നാണ് 2018 ശേഷമുള്ള ഏറ്റവും വലിയ ഡീപ്പോർട്ടേഷൻ പ്ലാനുകളാണ് ലേബർ ഗവൺമെന്റ് നടപ്പാക്കുക. 2024 ഇതുവരെ യുകെയിലോട്ടെത്തിയ അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണം 20,000-ഓളം കടന്നിരിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 10% വർധനവാണ് അനധികൃത കുടിയേറ്റക്കാരുടെ കാര്യത്തിലുണ്ടായിരിക്കുന്നത്. ഇത് രാജ്യമൊട്ടാകെ വലിയ വിമർശനങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് യുകെയിലൊട്ടാകെ വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും സംഘടിപ്പിച്ചത്. അഭയാർത്ഥികളെ താമസിപ്പിച്ചിരിക്കുന്ന ഹോട്ടലുകൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തിയത്. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ പുതിയ വിസ ചേഞ്ചുകൾ കൊണ്ടുവരാനാണ് ഗവൺമെന്റ് തയ്യാറാകുന്നത്. യുകെയിലെ കുടിയേറ്റം കുറയ്ക്കുന്നതിന് അനധികൃത കുടിയേറ്റമാണ് ഇല്ലാതാക്കേണ്ടതെന്നും നിയമപരമായി യുകെയിലോട്ട് എത്തുന്നവരുടെ എണ്ണം കുറയ്ക്കുകയല്ല വേണ്ടത് എന്ന അഭിപ്രായമാണ് കമ്പനികൾ നൽകുന്നത്. യുകെയിലെ വിവിധ മേഖലകളിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ജോലി ഒഴിവുകൾ വളരെയധികമാണെന്നും വിദേശ റിക്രൂട്ട്മെന്റുകളിൽ ഉണ്ടാകുന്ന കുറവ് യുകെയിലെ ഹോസ്പിറ്റാലിറ്റി ഉൾപ്പെടെയുള്ള മേഖലകളെ കാര്യമായി ബാധിക്കുമെന്ന മുന്നറിയിപ്പ് പല കമ്പനികളും നൽകിയിരിക്കുന്നു. യുകെയിലെ സ്കിൽഡ് ജോലിക്കാരുടെ എണ്ണത്തിൽ വലിയ കുറവാണ് ഇപ്പോൾ രാജ്യത്തുണ്ടായിരിക്കുന്നതെന്നും രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് വിദേശ സ്കിൽഡ് മൈഗ്രൻസിന്റെ റിക്രൂട്ട്മെന്റ് അത്യാവശ്യമെന്ന അഭിപ്രായങ്ങളും കമ്പനികൾ മുന്നോട്ട് വച്ചിരിക്കുന്നു. എങ്കിലും ഗവൺമെന്റ് കർശന നിയമങ്ങൾ നടപ്പാക്കി നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കുക എന്നതാണ് ഗവൺമെന്റിന്റെ മുഖ്യ പ്രാധാന്യവും. യുകെയിലെത്തിയ അനധികൃത കുടിയേറ്റക്കാർ പ്രധാനമായും യുകെയിലോട്ട് അനധികൃത ബോട്ടുകളിലെത്തിയവരാണ്. അതുകൂടാതെ യുകെയിൽ എത്തിയതിനു ശേഷം വിസ കാലാവധി കഴിഞ്ഞ് കഴിയുന്നവരുടെ എണ്ണവും വളരെയധികമാണ്. വിസ നിയമങ്ങൾ ലംഘിച്ചു കഴിയുന്നവരെ കണ്ടെത്തുന്നതിന് വേണ്ടി വലിയ പ്ലാനുകളൊന്നും ഗവൺമെന്റ് നടപ്പാക്കിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കൂടുതൽ പേരെ കണ്ടെത്തുന്നതിന് വേണ്ടി പ്രത്യേക എൻഫോഴ്സ്മെന്റ് ടീമുകളാണ് യുകെയിൽ പ്രവർത്തിക്കുന്നത്. 9 ഫ്ലൈറ്റുകളാണ് കഴിഞ്ഞ 6 ആഴ്ചയ്ക്കുള്ളിൽ യുകെയിൽ നിന്നും വിവിധ രാജ്യങ്ങളിലോട്ട് പോയത് അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നതിന്റെ ഭാഗമായി. പുതിയ സാഹചര്യത്തിൽ യുകെയിലുള്ള അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുമ്പോൾ അവർ ഏത് രാജ്യത്തു നിന്നാണോ വന്നത് ആ രാജ്യങ്ങൾ സേഫ് ആയിട്ടുള്ള രാജ്യമാണോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക ലിസ്റ്റുകളും തയ്യാറായി. അതനുസരിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സേഫ് ലിസ്റ്റിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും യുകെയിലെത്തിയ അനധികൃത കുടിയേറ്റക്കാരാണെങ്കിൽ അവരെ തിരിച്ചയക്കുന്നതിന് യാതൊരു നിയമ തടസ്സങ്ങളും പുതിയ സാഹചര്യത്തിലില്ല. ഇപ്പോൾ യുകെയിൽ അനധികൃതമായി കഴിയുന്നവരാണെങ്കിൽ അവർക്ക് വോളണ്ടറി റിട്ടേൺ അനുവദിക്കുന്ന സാഹചര്യമുണ്ട്. അവർക്ക് സ്വയം തിരികെ പോകണമെങ്കിൽ അതിനുള്ള അവസരവുമുണ്ട്. എന്നാൽ എൻഫോഴ്സ്മെന്റ് ടീമുകൾ അവരെ കണ്ടെത്തി തിരിച്ചയക്കുകയാണെങ്കിൽ അത് വലിയ നിയമ നടപടികളിലോട്ടായിരിക്കും ലീഡ് ചെയ്യുക. യുകെയിലോട്ട് അനധികൃതമായി ബോട്ടുകളിൽ വന്നവർ മാത്രമല്ല, യുകെയിൽ വന്ന് വിസ കാലാവധി കഴിഞ്ഞവർ, യുകെയിൽ പല വിസ കാറ്റഗറികളിലും വന്ന് ജോലി ചെയ്യാതെ കഴിയുന്നവർ, ഏതെങ്കിലും തരത്തിൽ യുകെയിൽ എത്തിയാൽ പിന്നെ യുകെയിൽ കണ്ടിന്യൂ ചെയ്യാമെന്നുള്ള പല ഏജൻസികളുടെ വാഗ്ദാനവും കേട്ട് യുകെയിൽ വന്ന 100 കണക്കിന് പേരാണ് വിവിധ മേഖലകളിൽ കഴിയുന്നത്. അത് യുകെയിൽ നിയമവിരുദ്ധമായതുകൊണ്ട് തന്നെ അവരുടെ രാജ്യങ്ങളിലോട്ട് തിരിച്ചയക്കുന്ന പ്ലാനുകൾ തന്നെയാണ് ഗവൺമെന്റ് നടപ്പാക്കുന്നത്. ഇപ്പോൾ യുകെയിലോട്ട് നടക്കുന്നത് വലിയ മനുഷ്യക്കടത്തുകളാണെന്നും അതിനായി പ്രവർത്തിക്കുന്നത് നിരവധി ഗ്യാങ്ങുകളാണെന്നും വൻതോതിൽ പണം വാങ്ങി കാൻഡിഡേറ്റ്സിനെ യുകെയിലോട്ട് എത്തിക്കുന്ന സംഘങ്ങൾക്കെതിരെയാണ് ആദ്യമായി നടപടികൾ സ്വീകരിക്കേണ്ടത് എന്ന ആവശ്യവുമുണ്ടായി. ഒരു തവണ യുകെയിൽ അനധികൃതമായി എത്തിയാൽ അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഇമിഗ്രേഷൻ സോളിസിറ്റേഴ്സ് ഉണ്ടെന്നും അത്തരം സോളിസിറ്റേഴ്സിനെതിരെ നടപടികൾ വേണമെന്ന ആവശ്യവും മുൻപുണ്ടായിരുന്നു. സ്റ്റുഡന്റ് വിസ ഉൾപ്പെടെയുള്ള പല കാറ്റഗറികളിലും യുകെയിൽ വന്നതിനു ശേഷം വിസ കാലാവധി കഴിഞ്ഞ് യുകെയിൽ തുടരുന്ന നിരവധി പേരുണ്ട്. യുകെയിൽ പഠിക്കാൻ വരുന്നവർക്ക് കോഴ്സ് പാസ്സായാൽ മാത്രമാണ് പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റിന് അപേക്ഷിക്കാനായി സാധിക്കുകയുള്ളൂ. കോഴ്സ് കംപ്ലീറ്റ് ആകാതെ വിസ പുതുക്കാൻ കഴിയാതെ യുകെയിൽ തുടരുന്ന നിരവധി പേരുണ്ട് എന്ന റിപ്പോർട്ടുകളും വന്നു. ഇത്രയും നാളും യുകെയിലോട്ട് വളരെ എളുപ്പത്തിൽ വരാമായിരുന്നു. പ്രത്യേകിച്ചും 2019 മുതൽ 2023 വരെയുള്ള സമയത്ത് ഏറ്റവും എളുപ്പത്തിൽ യുകെയിൽ വരാൻ പറ്റുന്ന ഒട്ടേറെ ഓപ്ഷനുകൾ നിലനിന്നിരുന്നു. പ്രത്യേകിച്ചും കെയർ അസിസ്റ്റന്റ് വിസയുള്ള പല കാറ്റഗറികളിലും എളുപ്പത്തിൽ വരാവുന്ന ആ സാഹചര്യങ്ങളെല്ലാം ഇപ്പോൾ മാറിയിരിക്കുന്നു. ഇപ്പോൾ യുകെയിലോട്ട് വിസ നൽകാം, ജോലി നൽകാം എന്ന് വാഗ്ദാനം നൽകുന്ന ബഹുഭൂരിപക്ഷം കമ്പനികളും വലിയ തട്ടിപ്പുകൾ തന്നെയാണ് നടത്തുന്നത്. യുകെയിലെ പൊതുവായ സാഹചര്യം അനുസരിച്ച് വർക്ക് വിസ ആപ്ലിക്കേഷനുകളിലെല്ലാം വളരെ വിശദമായ പരിശോധനകൾ നടത്തി അത്
ജെന്യുവിൻ ആണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് വിസ അനുവദിക്കുന്നുള്ളൂ. UK-ലോട്ടുള്ള നിരവധി വിസ ആപ്ലിക്കേഷനുകളാണ് ഇപ്പോൾ റിജക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നതും. ഏതെങ്കിലും തരത്തിലുള്ള ഫേക്ക് സർട്ടിഫിക്കറ്റുകൾ സബ്മിറ്റ് ചെയ്തവർക്ക് അതല്ലെങ്കിൽ തെറ്റായ ഇൻഫർമേഷൻ നൽകിയവരുടെ കാര്യത്തിൽ 10 വർഷക്കാലത്തെ ബാൻ നൽകുന്ന പുതിയ സാഹചര്യവും ഇപ്പോൾ UK-യിൽ നിലനിൽക്കുന്നു. വിദേശ കാൻഡിഡേറ്റിനെ കുറിച്ച് കൂടുതൽ ചെക്കുകൾ നടത്തി അത് റിയൽ ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണെന്നും അവർ ജോലിക്കെത്തുന്ന സ്ഥലത്ത് അവർക്ക് ജോലിയുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലോട്ട് വിസ നിയമങ്ങളും മാറിയിരിക്കുന്നു. ധാരാളം പരാതികളാണ് വിദേശ റിക്രൂട്ട്മെന്റിന്റെ കാര്യത്തിൽ ഗവൺമെന്റിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. UK-യിൽ ഇല്ലാത്ത ജോലികൾക്ക് വിദേശ റിക്രൂട്ട്മെന്റുകൾ നടത്തുക, 2-ലധികം ജോലിക്കാരെ ആവശ്യമുണ്ട് എന്ന് കാണിച്ച് തെറ്റായ ഇൻഫർമേഷൻ നൽകി ഹോം ഓഫീസിനെ തെറ്റിദ്ധരിപ്പിച്ച് വിസ നേടുക, അത്തരം കേസുകളിലൊക്കെ വലിയ അന്വേഷണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും കെയർ അസിസ്റ്റന്റ് വിസയുടെ കാര്യത്തിലാണ് വലിയ അന്വേഷണങ്ങൾ ഗവൺമെന്റ് തുടങ്ങിയതും. അതിന്റെ ഭാഗമായി ഒട്ടേറെ കമ്പനികൾക്കെതിരെ ഗവൺമെന്റ് കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഹോം സെക്രട്ടറി യുവറ്റ് കൂപ്പർ നൽകിയിരിക്കുന്ന ഏറ്റവും പുതിയ പ്രസ്താവനകൾ അനുസരിച്ച് മുൻ കൺസർവേറ്റീവ് ഗവൺമെന്റ് നടപ്പാക്കിയ കർശന വിസ നിയമങ്ങൾ അതേപോലെ തന്നെ തുടരുമെന്നും അതിൽ മാറ്റങ്ങൾ വരുത്തില്ല എന്ന പ്രസ്താവനയാണ് അവർ നൽകിയിരിക്കുന്നത്. ലേബർ ഗവൺമെന്റ് അധികാരത്തിലെത്തിയതിനു ശേഷം വിസ നിയമങ്ങളിൽ കാര്യമായ ഇളവുകൾ കൊണ്ടുവരുമെന്നും വിദേശ റിക്രൂട്ട്മെന്റിന്റെ കാര്യത്തിൽ കൂടുതൽ മൃദു സമീപനം ഉണ്ടാകുമെന്ന വാർത്തകൾ ഉണ്ടായിരുന്നുവെങ്കിലും അതിന് വിപരീതമായ സാഹചര്യമാണ് ഇപ്പോൾ UK-യിൽ ഉണ്ടായിരിക്കുന്നത്. UK-യിൽ കുടിയേറ്റത്തിനെതിരെ വ്യാപകമായ പ്രക്ഷോഭങ്ങൾ ഉണ്ടായതും കുടിയേറ്റം കുറയ്ക്കണമെന്ന ആവശ്യം രാജ്യമൊട്ടാകെ ശക്തമാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് കർശന ഇമിഗ്രേഷൻ നിയമങ്ങൾ നടപ്പാക്കി നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കുക എന്ന പ്ലാനിലോട്ട് ലേബർ ഗവൺമെന്റ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള കർശന വിസ നിയമങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടാകുന്ന രീതിയിലോട്ട് നിയമങ്ങൾ മാറുമെന്ന സൂചനയും ലേബർ ഗവൺമെന്റ് നൽകുന്നു. UK-ലെ വിവിധ മേഖലകളിലെത്തിയ ജോലിക്കാരുടെ വിസ റിന്യൂ ചെയ്യുന്ന സമയമാകുമ്പോൾ കൂടുതൽ പണം ആവശ്യപ്പെടുന്ന കമ്പനികൾക്കെതിരെയും വലിയ പരാതികളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കെയർ ഹോമുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ 3 വർഷം കംപ്ലീറ്റ് ആയവർക്ക് വിസ റിന്യൂ ചെയ്യുന്നതിന് കൂടുതൽ പണം ആവശ്യപ്പെടുന്നത് UK-യിൽ നിയമവിരുദ്ധമാണ്. വിസ ആപ്ലിക്കേഷനും സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പിനും ആവശ്യമായ ചെറിയൊരു ഫീയിൽ കൂടുതൽ വലിയ തുക ആവശ്യപ്പെടുന്നത് കുറ്റകരമാണ്. അത്തരം രീതിയിൽ ലക്ഷക്കണക്കിന് രൂപ കെയർ ഹോമുകൾ ഉൾപ്പെടെയുള്ള ജോലി സ്ഥലങ്ങൾ ആവശ്യപ്പെട്ടാൽ തീർച്ചയായും അതിനെതിരെ പരാതികൾ നൽകാം. അത്തരം തട്ടിപ്പുകൾ നടത്തുന്ന കെയർ ഹോമുകൾക്കെതിരെയും ശക്തമായ നടപടികളുണ്ടാകും. UK-ലെ സാഹചര്യമനുസരിച്ച് വിസ റിന്യൂ ചെയ്യുന്നതിന് വലിയ ടെക്നിക്കൽ സ്കില്ലൊന്നും ആവശ്യമില്ല. എല്ലാവർക്കും തനിയെ ചെയ്യാൻ കഴിയുന്ന സിമ്പിൾ ആപ്ലിക്കേഷൻ മാത്രമാണത്. പ്രത്യേകിച്ചും വിസ ആപ്ലിക്കേഷനുകളെല്ലാം കൂടുതൽ ട്രാൻസ്പെറന്റ് ആവുകയും ഓൺലൈനിലോട്ട് മാറുകയും ചെയ്ത പശ്ചാത്തലത്തിൽ എല്ലാവർക്കും തനിയെ ഈ ആപ്ലിക്കേഷനുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്ന ആ ഒരു രീതി തന്നെയാണ് UK-യിൽ നടപ്പാക്കിയിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഏജൻസിയുടെ സഹായം തേടുകയാണെങ്കിൽ അവർക്കുള്ള ഒരു ചെറിയ ഫീ നൽകേണ്ടി വരുമെന്ന് മാത്രം. UK-ലെ വിസ നിയമങ്ങളിൽ യാതൊരു ഇളവുകളും ഉണ്ടാകില്ല എന്ന പ്രസ്താവനകൾ ഗവൺമെന്റ് നൽകുമ്പോൾ വിദേശ റിക്രൂട്ട്മെന്റിന്റെ കാര്യത്തിലും വലിയ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ഇപ്പോൾ പൊതുവെ ഉണ്ടായിരിക്കുന്നത്. NHS ഉൾപ്പെടെയുള്ള ജോലി സ്ഥലങ്ങൾ ബജറ്റ് കട്ട് ഏർപ്പെടുത്താൻ ആരംഭിച്ചതോടെ വിദേശ റിക്രൂട്ട്മെന്റുകളും കൂടുതൽ പ്രതിസന്ധിയിലായി. നഴ്സുമാർ ഉൾപ്പെടെയുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് ഫ്രീ ആയി UK-ലോട്ട് വരാൻ കഴിയുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നുവെങ്കിൽ അതിലെല്ലാം വലിയ മാറ്റങ്ങൾ വന്നു. UK-യിൽ വ്യാപകമായ വിസ ചേഞ്ചുകൾ നടപ്പാക്കുമെന്ന സൂചനകൾ ഗവൺമെന്റ് നൽകിയപ്പോൾ ധാരാളം അപ്ഡേറ്റുകളാണ് UK-യിൽ വരുന്നത്. വിസ ഇമിഗ്രേഷൻ മേഖലയിൽ വരുന്ന ഏറ്റവും പുതിയ വാർത്തകൾ അപ്പോൾ തന്നെ നമ്മുടെ ചാനലിലുണ്ടാകും. കൂടുതൽ പുതിയ വാർത്തകളുമായി താമസിയാതെ തന്നെ വീണ്ടും കാണാം.